ഹലോ ഫ്രണ്ട്സ്, 1000 കിലോ പൊക്കാന്ന് പറയുമ്പോൾ തന്നെ അതൊരു തള്ളായി തോന്നില്ലേ? എന്നാൽ ഇവിടെ ഒരു ഗുസ്തിക്കാരൻ തന്റെ 22-ാം വയസ്സിൽ തന്നെ 1200 കിലോ ഭാരം വരുന്ന കല്ല് ചെസ്റ്റ് ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഗുലാം മുഹമ്മദ് ബുഖ് അഥവാ ഗ്രേറ്റ് ഗാമയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡുകളും അതുപോലെ തന്നെ അതിന്റെ പുറകിലുള്ള ശാസ്ത്രീയ വശങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1878 പഞ്ചാബിലെ അമൃത്സറിൽ ജനിച്ചു. പാർട്ടീഷന് ശേഷം പാകിസ്ഥാനിലോട്ട് പോവുകയായിരുന്നു. പിന്നീട് 1960 മരിക്കുന്നു. 1910 ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പട്ടം അദ്ദേഹം കരസ്ഥമാക്കി. റസ്താം ഇൻ ഹിന്ദ്, റസ്താം ഇ സമാൻ എന്നീ ടൈറ്റിലുകളും കരസ്ഥമാക്കി. ഇദ്ദേഹം നല്ലൊരു ഗുസ്തിക്കാരനാകാം. എന്നിരുന്നാലും 1200 കിലോ പൊക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താന്ന്, ഇപ്പൊ നാട്ടിലൊക്കെ ജിമ്മ് പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. കുറെ കാലങ്ങളായിട്ട് ജിമ്മ് പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ പവർ ലിഫ്റ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വർഷാവർഷങ്ങളായിട്ട് പവർ ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്കറിയാലോ. ഇവർക്കൊന്നും ഈ 1200 കിലോ 1200 പോട്ടെ, ഒരു 200-300 കിലോ തന്നെ പോക്കാൻ അവർക്ക്, ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇവിടെ ഗ്രേറ്റ് ഗാമ 22-ാമത്തെ വയസ്സിൽ 1200 കിലോ പൊക്കി എന്ന് പറയുമ്പോൾ ഇതിൽ 5000 സ്ക്വാട്ടുകളും 3000 പുഷപ്പുകളുമാണ്. പുഷപ്പുകൾ എന്ന് പറയുമ്പോൾ ഹിന്ദു പുഷപ്പുകളാണ് അദ്ദേഹം ചെയ്തിരുന്നത്, ഹിന്ദു പുഷപ്സ്. പിന്നെ ഡയറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 10 ലിറ്റർ പാലും പിന്നെ ഇറച്ചിയും ആൽമണ്ടിന്റെ പേസ്റ്റ് അതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഡയറ്റിൽ ഉണ്ടായിരുന്നത്. ഈ ഗ്രേറ്റ് ഗാമ 1200 കിലോ പൊക്കി എന്നതിൽ യാതൊരു തെളിവുമില്ല. ഇനി അങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് 1200 കിലോനായിരിക്കില്ല, ചിലപ്പോൾ 120 കിലോനോ വല്ലതും ആയിരിക്കും. ഈ പ്രൊഫഷണൽ ലിഫ്റ്റേഴ്സിന് പോലും 500+ കിലോഗ്രാം പൊക്കുമ്പോൾ തന്നെ അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ നോക്കണം. ഈ സ്ട്രോങ് മാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഈ മൂക്കുന്നും പല്ലുന്നൊക്കെ ചോര വന്നിട്ടുണ്ടാവും അവർ ഓരോ വെയിറ്റുകളൊക്കെ എടുത്ത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ. ഇത് ഇപ്പോ ഗ്രേറ്റ് ഗാമ 1200 കിലോ പൊക്കി എന്നൊക്കെ പറയുമ്പോ ഈ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകള് കുറച്ച് പ്രശസ്തരായ ആൾക്കാരെ കുറിച്ച് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറയും. കള്ളം പറയല്ല, എക്സാഗ്രേറ്റ് ചെയ്ത് പറയും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് പൊക്കി, അത്രയും വെയിറ്റ് പൊക്കി, ഇപ്പൊ ആനയുടെ ശക്തിയുള്ളവൻ 10 തല ഉള്ളവൻ എന്ന രീതിയിലൊക്കെ ഒരു സംസാരമില്ലേ? അപ്പൊ പണ്ട് കാലത്തെ ആളുകൾ കുറച്ചൊക്കെ ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് പറയും. പിന്നെ അത് കേൾക്കുന്ന ആളുകൾ അതിന്റെ പുറകിലുള്ള ശാസ്ത്രീയ വശങ്ങൾ തേടാതെ പിന്നെ അടുത്ത തലമുറക്കാർക്ക്, ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് 1200 കിലോ പൊക്കാനുള്ള മസിൽ സ്ട്രെങ്ത് ലഭിക്കില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മസിൽസ് മിയോസ്റ്റാറ്റിൻ എന്നൊരു പ്രോട്ടീൻ ഉൽപ്പാദിക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ നമ്മുടെ മസിൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, മസിൽ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ മസിൽസ് വളരത്തുള്ളൂ, ഗ്രോ ആവത്തുള്ളൂ. എന്ത് തന്നെ ചെയ്താലും ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് മസിൽസ് ഗ്രോ ആവത്തുള്ളൂ. സ്റ്റിറോയിഡ് എടുത്തു എന്ന് പറഞ്ഞ പോലെ എന്തെന്നാണെങ്കിലും. പിന്നെ അതിനനുസരിച്ചുള്ള സ്ട്രെങ്തേ നമുക്ക് ഉണ്ടാവുള്ളൂ, ഫിസിക്കൽ സ്ട്രെങ്ത്. ഓക്കെ. പിന്നെ ചില റിയർ മ്യൂട്ടേഷൻ ആയിട്ടുള്ള കേസസുകളിലൊക്കെ, ഇപ്പൊ ജീൻ മ്യൂട്ടേഷനൊക്കെ സംബന്ധിച്ച് ഈ മിയോസ്റ്റാറ്റിൻ പ്രൊഡക്ഷൻ കുറയും. മൊത്തത്തിൽ നിൽക്കില്ല, അതിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ടൊന്ന് കുറയും. സോ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ മസിൽ ഗ്രോത്ത് ഉയർന്ന തരത്തിൽ തന്നെ മസിൽ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ഉയർന്ന സ്ട്രെങ്ത് ഉണ്ടാവും. പക്ഷെ അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകളിലാണ്. പിന്നെ നമ്മുടെ ശാസ്ത്രലോകം ഈ മിയോസ്റ്റാറ്റിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെയുള്ള തരത്തില് പഠനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഗ്രേറ്റ് ഗാമ 1200 കിലോ പൊക്കി എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമാണ്. ഇനി അഥവാ അങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വർക്കൗട്ടോ ഡയറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല.